ചങ്ങളെല്ലാവർക്കും നമസ്കാരം. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ, അതായത് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. മറ്റൊന്നല്ല, ഇപ്പോൾ പൂരക്കാലം തുടങ്ങി. തൃശ്ശൂർ നമ്മുടെ കേരളത്തിൽ പൂരങ്ങളുടെ സീസണാണ്. അപ്പോൾ ഈ പൂരക്കാലം കാര്യങ്ങളൊക്കെ വരുമ്പോൾ പല എന്താ പറയുക സ്ഥലങ്ങളിലും ആന നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. ആനപ്പൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര വൈബുള്ള കാര്യമാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരിപാടി അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് ആനപ്രാന്തന്മാരും അല്ലെങ്കിൽ ആനപ്രേമികളും ഒക്കെ എന്നെ പൊങ്കാലിടാൻ വരുമായിരിക്കും. പക്ഷേ എങ്കിലും ഞാൻ അത് എന്താ പറയുക, എൻ്റെ മനസ്സിൽ തോന്നിയുള്ള ഒരു ആശയം എൻ്റെ മനസ്സിൽ തോന്നിയ പോലെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് തോന്നിയിട്ടുണ്ടാവുമോ എന്നറിയില്ല. തെറ്റാണെങ്കിൽ ക്ഷമിക്കൊന്നും വേണ്ട. എന്താ പറയുക, അതൊരു തീമാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ആനപ്പൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആനപ്രേമികളും അല്ലെങ്കിൽ എന്താ പറയുക ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് വെച്ചെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ചിട്ടയിൽ കൊണ്ടു നടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇത്രയും അപകടം പിടിച്ച ഒരു പരിപാടി വേറില്ല. നമ്മുടെ അവിടെ അറിയാം, മുല്ലശ്ശേരിയിലൊക്കെ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ നാട്ടിലൊക്കെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ നാസിക് ഡോൾ നിരോധനമാണ്, അല്ലെങ്കിൽ തമ്പൂർ നിരോധനമാണ്. അതുപോലുള്ള സംഭവങ്ങളൊക്കെ നിരോധനമാണ്. ഈ നാസിക് ഡോള് കേട്ടിട്ട് അല്ലെങ്കിൽ തമ്പൂർ കേട്ടിട്ട് നെഞ്ചുപൊട്ടി മരിച്ചതിനേക്കാളും ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടില്ല. നാസിക് ഡോൾ കൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നെഞ്ചുപൊട്ടി മരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അതുപോലുള്ള സംഭവങ്ങളൊക്കെ നിർത്തലാക്കിയിട്ട് ഈ ആനപ്പൂരം ഇപ്പോഴും സാങ്ഷനാണ്. ആനകൾക്കൊക്കെ ഇത്രയും ആനകൾക്ക് ഈ കാട്ടിൽ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കേണ്ട ജീവിനെ ഇവിടെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഈ നട്ടപ്പാറ വെയിലത്ത് മനുഷ്യന്മാർക്കോ താങ്ങുന്നില്ല. അപ്പൊ ഈ കറുത്ത് ഇത്രയും ബോഡി വെയിറ്റും ഇത്രയും ഹ്യൂമിഡിറ്റിയിൽ അവർക്ക് വെച്ചാൽ അവരുടെ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാടിന്റെ ഉള്ളിൽ തണവത്ത് അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങി ജീവിക്കുന്ന ആളുകളാണ്. ഇനിയിപ്പോ ഓക്കെ നടത്താം, ആനയോട് ശരിക്കുള്ള പ്രേമം, ആനയോടൊന്നല്ല മൃഗങ്ങളോട് ശരിക്കുള്ള പ്രേമം എന്ന് വെച്ചെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ എന്താ പറയാ, എന്റെ വീട്ടിൽ അനുസരിച്ച് വെച്ചെങ്കിൽ ഇപ്പോൾ ഡോഗ് ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, ഞാൻ ആ ഡോഗിനെ എൻ്റെ വീട്ടിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ ഞാൻ വളർത്തും, എൻ്റെ കൺട്രോളിലായിരിക്കണം അല്ലേ. ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നലെ ഷൊർണൂർ പൂരത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു അപകടമാണ്, ഒന്ന് കണ്ടുപോകും. ഇത്തരം അപകടങ്ങൾ എന്താ പറയുക ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ആദ്യത്തെ അനുഭവങ്ങളൊന്നുമല്ല. ചേറ്റുവ നേർച്ച എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ ഇപ്പോൾ അടിച്ചു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നുണ്ടായിട്ടുള്ള അപകടങ്ങളൊക്കെ അറിയാം. എത്രയോ ആനപ്പാപ്പന്മാര് ആക്സിഡന്റ് ആയിട്ട് ഈ കാരണം കൊണ്ട് കൊലച്ചോറായിട്ട് തന്നെയാണ് നടക്കുന്നത്. അവർക്ക് ചോറ് ആയിരിക്കാം, പക്ഷെ അതിനെ ആനപ്രേമികൾ ചെയ്യേണ്ടത് ആ വക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനെങ്ങനെ പരിപോഷിപ്പിക്കാം അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ജീവിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്താം. പണ്ടൊക്കെ ആനനെ തടി വലിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല, കാരണം എല്ലാം മെഷീനറികളായി, ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് വന്നു, അപ്പോൾ അതും പോയി. പിന്നെ ഇതുപോലെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആനകൾക്ക് വരെ എത്ര രൂപയാണ് ഏക്കം എന്നൊക്കെ അറിയാം. നമ്മുടെ ഇന്നത്തെ ഫേമസ് ആയിട്ടുള്ള പല ആനകളുടെയും ഏക്കം വിളിക്കുന്ന ലക്ഷക്കണക്കിന് രൂപകളുണ്ട്. അത് അവരവരുടെ ഇഷ്ടം, അവരവരുടെ താല്പര്യത്തിൽ അവർ വിളിക്കാണ്ടിരിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഇത്രയും അപകടം ആണ് എന്ന് അറിഞ്ഞിട്ടും അത് നിരോധിക്കാൻ ഇന്നിവിടെ ഒരു ആളും ഇല്ല, അല്ലെങ്കിൽ അതിനെ ഒന്ന് മാറ്റി നിർത്താനായിട്ട്. കാരണം ആനയാണത്, അതൊരു ജീവിയാണ്, അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് മനുഷ്യനല്ല, അത് മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സംഭവം അല്ല അത് ശരിക്കും. പിന്നെ അതിനെ കൊണ്ടുനടക്കുമ്പോൾ എങ്ങനെ കൊണ്ടുനടക്കണം, അതിൻ്റെതായ രീതിയിൽ അത്രയും പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ ഈ പണി ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും പൊങ്കാല ഉറപ്പാണെന്ന് എനിക്കറിയാം. കാരണം ആനപ്രേമികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, ഒരുപാടുണ്ടായിരിക്കും. ആനപ്രേമികളുടെ പൊങ്കാല വന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇത് ഒരുപാട് പേരുടെ ജീവൻ എടുത്തിട്ടുള്ളൊരു സംഗതിയാണ്. ഇതിനേക്കാളും അപകടം പിടിച്ചതൊന്നല്ല എന്ന് തന്നെയായും ഈ നാസിക് ഡോൾ, തമ്പൂർ അല്ലെങ്കിൽ മറ്റ് കലാരൂപങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിൽ ഒരിക്കലും അഭിപ്രായം പറയണം തോന്നി. ഓക്കെ.